ഹായ്, ഞങ്ങളൊരു വീക്കെൻഡ് ജഡായു എർത്ത് സെന്ററിലേക്ക് നമ്മൾ യാത്ര ചെയ്തു. പോകുന്ന വഴി നമുക്ക് മലയുടെ മുകളിൽ ആ ബേർഡിന്റെ സ്കൾപ്ചർ കാണാൻ സാധിക്കും. ഗൂഗിൾ മാപ്പ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും, പക്ഷെ അവിടെ അല്ല അതിന്റെ എൻട്രൻസ്. അവിടെ നിന്ന് നമ്മൾ ബോർഡ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ജഡായു പാറയുടെ എൻട്രൻസിലേക്ക് എത്തും. നല്ല തിരക്കാണ്. പാർക്കിങ്ങിന് 30 രൂപ മേടിക്കുകയും പിന്നെ അവിടുത്തെ ഏറ്റവും ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടെ ഓൺലൈൻ പേയ്മെന്റ് ഇല്ല, ഓൺലി ക്യാഷ് ആണ്. ഒരു ടിക്കറ്റിന് 555 നമ്മൾ റോപ്പ് വേ എടുക്കുകയാണെങ്കിൽ. റോപ്പ് വേ യൂസ് ചെയ്യണില്ലെങ്കിൽ മിനിമം 325 സംതിങ് വരും. സീനിയർ സിറ്റിസൻസിന് എന്തോ ഇളവുണ്ട്. റോപ്പിലേക്കുള്ള ഒരു വലിയ ക്യൂ ആണ്. പക്ഷെ നല്ല നന്നായിട്ടാണ് അവർ മാനേജ് ചെയ്ത് തരുന്നത്. പല പല ലെവലിൽ നമ്മളെ ക്യൂവിൽ നിർത്തി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നാണ് നമ്മൾ ക്യൂവിൽ നിന്ന് റോപ്പയിലേക്ക് കയറുന്നത്. റോപ്പയിലുള്ള യാത്ര അടിപൊളിയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ്. മലയുടെ മുകളിൽ ഉണ്ടാക്കിയിരുന്ന ഈ സ്കൾപ്ചർ അടിപൊളിയാണ്, സൂപ്പറാണ്. അത് നല്ല എഫേർട്ട് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിലിം ഡയറക്ടറായ രാജീവ് അഞ്ചലിന്റെ സ്കൾപ്ചറാണ്. വുമൺ സേഫ്റ്റിയുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ ഓപ്ഷനും അവിടെയുണ്ട്. പിന്നെ അഡ്വഞ്ചർ പാർക്കും അതിന്റെ ഇടയിലുണ്ട്. സിദ്ധ ഹീലിംഗ് കേവ്, അങ്ങനെ പല പല ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തില്ല. നമ്മൾ റോയിൽ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു ടെമ്പിളും സ്കൾപ്ചറിന്റെ താഴെ ഒരു മ്യൂസിയം അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ അല്ല, അത് സ്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് ഈ റോപ്പ് വേക്കുള്ള ക്യൂവിൽ തിരിച്ച് വരികയും ക്യൂവിൽ നിന്നാണ് നമുക്ക് റോപ്പയിൽ തിരിച്ച് താഴത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു വൺ ടൈം വാച്ചിനുള്ള ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ജഡായു പാറ. സോ നിങ്ങൾക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.